നിരഞ്ജനയുടെ പിടിയിൽ നിന്നും അവളെ മോചിപ്പിച്ചേ തീരും. നിരഞ്ജന ഇനി അമ്മാളുവിനെ കാണരുതെന്ന് ഫൈസി. ഒരു സ്വപ്നം കണ്ടതുപോലെ മറന്നു കളയാനേ നിരഞ്ജനയ്ക്ക് കഴിയൂ. അനീതിയുമായിട്ട് അവൻ നല്ല അടുപ്പത്തിലാ. നിങ്ങളീ പറയുന്ന ആള് ചിലപ്പോ അവിടെ കാണും. അർച്ചനയെ കാണാനെത്തുന്ന രാജപ്പനോട് അർച്ചനയെ അറിയില്ലെന്ന് കള്ളം പറയുന്ന ചന്ദ്രിക. അവൾക്ക് നിരന്തരം വിസിറ്റേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞ കഥ മാറും. നിരഞ്ജന തന്റെ നിയന്ത്രണത്തിലല്ല എന്ന് സുധി ഫൈസിയോട് പറയുന്നു. നിന്നെ ഇവിടെ വന്ന് ആ രായപ്പനോ SP ഒന്നും ചെയ്യില്ല. അർച്ചനയെ കാണാൻ ചെവളയെയും കൂട്ടി കാർത്തിയായനി ചന്ദ്രികയുടെ വീട്ടിലെത്തുന്നു. പെണ്ണാണെന്ന് നീ സന്തോഷമായിട്ടിരിക്കും. പോട്ടടി ചന്ദ്രിക. പാടി. രാത്രി മഴ തുടരുന്നു. അവൾ അവനെ കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അയാള് കാർത്തി ചേച്ചിയെ ഭീഷണിപ്പെടുത്തി കാണും. അങ്ങനത്തെ ഭീഷണിയിലൊന്നും വീഴുന്നവളല്ല കാർത്തിയായനി. നിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ അയാളുടെ കയ്യിൽ നിന്ന് മുറയ്ക്ക് കാശ് വാങ്ങുന്നുണ്ട്. അവളുടെ മുന്നിൽ വെച്ച് അയാൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ? പ്രസവം കഴിഞ്ഞ് നിന്നെ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ അവൾ ആഗ്രഹിക്കുന്നെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുമോ? നീ ഇവിടെ സുരക്ഷിതമായിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്താനാ അവൾ അയാളെ കൊണ്ട് വന്നത്. ഈശ്വര, അയാളുടെ കാശിന്റെ ഒരു പങ്കാണല്ലോ ഞാനും എൻ്റെ മക്കളും കഴിക്കുന്നത്. പിന്നെ പ്രസവം വരെ നിനക്ക് ആരെയും പേടിക്കാതെ ഇവിടെ കഴിയാം. അത് കഴിയുമ്പോഴാ നിന്റെ ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോ നിന്നെ മാത്രം സൂക്ഷിച്ചാൽ മതി. പിന്നീട് ഒരു കുഞ്ഞിന്റെ കാര്യം കൂടി നോക്കണം. ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ വലിയ പരീക്ഷണമായിരിക്കും ഇനി വരാൻ പോകുന്നത്. എനിക്കതേപ്പറ്റി നല്ല ബോധ്യമുണ്ട് ചേച്ചി. ഈ അവസ്ഥയൊന്ന് തരണം ചെയ്യാനാ ഞാൻ കാത്തിരിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞും ആരുടെ വലയിലും വീഴാതെ രക്ഷപ്പെടും ചേച്ചി. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്നതിനൊക്കെ പിന്നെ എന്തർത്ഥമുള്ളത്? നിന്റെ ഈ ധൈര്യം എപ്പോഴും കൂടെ ഉണ്ടാവണം. നിന്നെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടം മാത്രമേ എനിക്കുള്ളൂ. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാനും ഫൈസി ആഗ്രഹിച്ചിട്ടുള്ളൂ. പലപ്പോഴും ഫൈസിയാണ് എന്നെക്കാളും കൂടുതൽ നിന്റെ കാര്യത്തിൽ താല്പര്യം എടുത്തിട്ടുള്ളത്. അക്കാര്യം നീ മറന്നു കളയുന്ന കാണുമ്പോ സങ്കടമുണ്ട് നിരഞ്ജനെ. ഞാനിപ്പോ നിങ്ങൾക്കൊരു ശല്യക്കാരിയായല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. നിനക്ക് നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നതാ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. ഫൈസി വെറും ഒരു സബ് ഇൻസ്പെക്ടർ മാത്രമാ. IG-യോടോ SP-യോടോ ഒന്നും ഫൈസിക്ക് മത്സരിച്ച് നിൽക്കാൻ കഴിയില്ല. നീ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ഫൈസിക്ക് വിഷമമുണ്ട്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഞാൻ ചെയ്ത തെറ്റെന്താന്നൂടെ പറ. നീ അവളെ കാണാൻ പോവാതിരുന്നാ മതി. ഞാൻ അവളെ കണ്ടാ ഫൈസിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അവളെ ഞാൻ എന്റെ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. കുഞ്ഞിനെ സ്വീകരിക്കുന്ന ഞാനാണെന്ന് പോലും അവളോട് പറഞ്ഞിട്ടില്ല. അമ്മാളുവിന്റെ കാര്യത്തിൽ നീ കാണിക്കുന്ന അതിര് കവിഞ്ഞ താല്പര്യം വേണ്ടെന്നേ ഫൈസി പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി. അവക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ആരെയും വെറുതെ വിടില്ലെന്നുള്ള പേടി. നീ അത് പ്രകടിപ്പിച്ചതല്ലേ? എന്നെ അത് പേടിപ്പിക്കുന്നുണ്ട്. നിനക്കറിയാലോ, ഞങ്ങൾ ആരുടെയും പിന്തുണയില്ലാതെ ജീവിക്കുന്നവരാ. ഒരു പ്രശ്നം വന്നാ കൂടെ നിൽക്കാൻ ആരുമില്ല. നീ ഞങ്ങളെ ദ്രോഹിക്കരുത്. ഞാൻ അമ്മാളുവിനെ കാണുന്നതിൽ നിന്നും വിലക്കാൻ ഫൈസിക്ക് കഴിയില്ല. ഇനി നീ അതിനെ തുനിഞ്ഞ അവളെ പിന്നെ കണ്ടെന്ന് വരില്ല. അവളെ അവിടെ നിന്ന് മാറ്റാൻ ഫൈസി ശ്രമിച്ചാ വലിയ വില കൊടുക്കേണ്ടി വരും. നീ അതൊന്ന് ഫൈസിയോട് പറഞ്ഞേക്ക. നീ എന്ത് ചെയ്യുന്ന? എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. ഫൈസിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവളെ അവിടെ നിന്ന് കൊണ്ടുപോട്ടെ. എനിക്ക് മോഹങ്ങളും സ്വപ്നങ്ങളും തന്നിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കിയാ സഹിക്കില്ല ഞാൻ. ഞാനൊരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിയെടുത്തോണ്ടിരിക്കുക. എന്റെ വഴി തടയാൻ ആരും വന്നേക്കരുത്. അങ്ങനെ വന്നാ അതാരായാലും എനിക്ക് ശത്രുക്കൾ തന്നെയാ.
ആ പട്ടികയിൽ നീയും ഫൈസി ഉണ്ടാവരുത്. സുഖല്ലേ അമ്മേ? അതെ, മോൻ ആരാന്ന് മനസ്സിലായില്ലല്ലോ. ആ, എന്നെ അറിയില്ലേ? രേവതി എന്തെങ്കിലും മിഴിച്ചു നിൽക്കുന്നേ? മോൻ ആരാന്ന് പറ. അമ്മേ, ഞാൻ പ്രമീളയുടെ മോനാ, സജി. എൻ്റെ അമ്മയെ തയ്യൽ പഠിപ്പിക്കാൻ രേവതി സ്ഥിരമായിട്ട് വീട്ടിൽ വന്നിരുന്നതല്ലേ? ഓ, പ്രമീളയുടെ മോനാണോ? എന്നെ കണ്ടിട്ടുള്ള ഭാവം പോലും രേവതിക്കില്ലല്ലോ. എന്തിനാ സജി വന്നേ? ഒരാൾ വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നേ? വിളിച്ചിരുത്തി വേണ്ടേ സംസാരിക്കാൻ? സജിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. വഴിയെ പോകുന്നവരെ വിളിച്ചിരുത്തി സൽക്കരിക്കാൻ ഇത് ഹോട്ടലൊന്നും അല്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല രേവതിക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വീകരണം. വീട്ടിലെവിടെയും രേവതിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയല്ലേ രേവതി ഇവിടെ പെരുമാറിയിരുന്നത്. എന്നിട്ട് ഞാൻ വന്നപ്പോൾ വരാന്തേ പോലും കയറ്റുന്നില്ല. സജി വന്ന കാര്യം പറ. അമ്മയ്ക്ക് രേവതി അത്യാവശ്യമായിട്ടൊന്ന് കാണണം. പ്രമീളയുടെ തുണി വല്ലതും നീ കൊടുക്കാനുണ്ടോടി? അവരുടെ തുണിയൊന്നും എന്റെ കയ്യിലില്ല. പിന്നെന്തിനാ ഇവളെ കാണണമെന്ന് പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്ന് പറയാൻ ഏൽപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇവളെ ഒരു തയ്യക്കട ജോലിക്ക് പോയി തുടങ്ങി. ഇനിയിപ്പോ പഴയതുപോലെ വീട്ടിൽ വന്ന് തയ്യൽ പഠിപ്പിക്കാനൊന്നും പറ്റില്ല മോനെ. സജി എന്ന് അമ്മയോട് പറ. എത്ര തിരക്കാണെങ്കിലും തുടങ്ങി വെച്ച കാര്യം പൂർത്തിയാക്കാതെ പോകുന്നത് ശരിയാണോ? എന്തായാലും അമ്മ വിളിച്ച സ്ഥിതിക്ക് രേവതി ഒന്നൊന്ന് കാണണം. എന്നാ ഞാൻ പോയേക്കാം. സമയം കിട്ടുമ്പോ അവള് വരും മോനെ. അത്യാവശ്യമായി തോന്നിയാൽ സമയവും ഉണ്ടാവും. എന്തിനാടി പ്രമീള നിന്നെ കാണണമെന്ന് പറഞ്ഞ് മോനെ അയച്ചത്? ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം അവരറിഞ്ഞു കാണും. എന്നെ പോലീസ് പിടിച്ചെന്നും പറഞ്ഞ് പരിഹസിച്ചത് ഞാൻ മറന്നിട്ടില്ല. ആ, എന്തായാലും തയ്യക്കടയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒന്ന് കയറി അന്വേഷിച്ചേക്കും. അവൻ വീട്ടിലും കയറി വരാൻ ധൈര്യം കാണിച്ചു തുടങ്ങി. രാഘവനിവിടെ വന്നൊന്ന് മോള് കാര്യാക്കണ്ട. നീ എന്റെ വീട്ടിലായിരുന്നപ്പോഴും അവൻ അവിടെ വന്നിട്ടുണ്ടല്ലോ. ചേച്ചി അയാളുടെ നിന്ന് കാശ് വാങ്ങിച്ചോ? അത് പിന്നെ പണ്ട് രാഘവൻ നിന്നെ കാണാൻ വന്നപ്പോ നിന്റെ ചിറ്റപ്പന് കൊടുത്ത കൂട്ടത്തിൽ 5000 രൂപ എന്നെ അടിച്ചേൽപ്പിച്ചതാ. അതിന്റെ കണക്കാവും പറയുന്നേ. അല്ല, അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ എനിക്ക് എന്നെ ഭ്രാന്തുണ്ടോ? നീ അത് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിച്ചിട്ട് എനിക്കെന്ത് വേണോടി? അല്ല, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറയാൻ വരുന്നത്? നീ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ചെലവും തരുന്നെന്ന് കരുതി എന്റെ വായ മൂടിക്കെട്ടാൻ നോക്കണ്ട. ഇവളിവിടെ നിൽക്കുന്നതേ നിന്നെ വിശ്വസിച്ചിട്ടല്ല, എന്നെ വിശ്വസിച്ചിട്ടാ. അതുകൊണ്ടേ നീ കൂടുതൽ അഭിപ്രായം ഒന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. പ്രസവം കഴിഞ്ഞ എങ്ങനെയാ ചേച്ചി നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്? 2 ആഴ്ചക്കുള്ളിൽ പ്രസവം ഉണ്ടാവും. ആ സമയം അയാള് വരില്ലേ? പിന്നെ അയാള് വരാതെ? നീ ഹോസ്പിറ്റലിലാണെന്നറിഞ്ഞ അയാൾ അവിടെ എത്തും. നിന്റെ കാര്യത്തിൽ അവകാശം പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? നീയേ ഇവളുടെ വക്കാലത്തൊന്നും പിടിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അർച്ചനയ്ക്ക് ദ്രോഹം വരുന്നൊന്നും നീ ചെയ്യല്ലേ കാർത്തികേനി. കാർത്തുവേച്ചെന്ന് ഇവള് മുഴുവൻ പറയില്ല. ചന്ദ്രയുടെ കാര്യം നോക്കിക്കോണം, അല്ലെങ്കിൽ എന്റെ വായിരിക്കുന്ന വല്ലതും കേക്കും. അതെ, അവള് പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട. രാഘവൻ വന്നതാ അവളെ ചൊടിപ്പിച്ചത്. ഞാൻ ചോദിച്ചതിന് ചേച്ചി ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. കടയും വീടും ഒക്കെ ഉള്ളപ്പോ ചേച്ചിക്ക് എങ്ങനെ അതൊക്കെ ഉപേക്ഷിച്ച് എന്റെ കൂടെ വരാൻ പറ്റും? അതിന് നിന്റെയും കുഞ്ഞിന്റെ കൂടെ ഞാൻ വരുന്നില്ലല്ലോ. ആശുപത്രിയിൽ നീ ഡിസ്ചാർജ് ആയ ഉടനെ ഞാൻ ചെവളെ വിളിച്ച് നീ പ്രസവിച്ച കാര്യം പറയും. ഉടനെയൊന്നും നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അവനറിയാം. ആംബ്രോസ് നിന്നെയും കൊച്ചിനെയും ചങ്ങനാശ്ശേരിയിലെത്തിക്കും. അവിടെ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. നീ എന്റെ കണ്ണു വെട്ടിച്ച് കൊച്ചിനെ എടുത്ത് കടന്നു കളഞ്ഞെന്ന്
ഞാൻ ചവളെ വിളിച്ചു പറയും. അതിനുവേണ്ടിയാ ഞാൻ എതിരൊന്നും പറയാതെ അവന്റെ കൂടെ നിൽക്കുന്നത്. നീ ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിന്നെ രക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞ രക്ഷിച്ചിരിക്കും. ചന്ദ്രി പറയുന്നൊന്നും നീ കേൾക്കണ്ട. നിന്റെ മനസ്സ് കലങ്ങിയെന്ന് മനസ്സിലാക്കിയ തിരക്കിനിടയിൽ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ, മോള് പോയി കിടക്ക്. ചെല്ലേ. എന്റെ കാശും വാങ്ങിട്ട് നീ എനിക്കിട്ട് പണി തരുന്നോടി. നിന്റെ കരണമടിച്ച് പോയ്ക്കാ വേണ്ടത്. ഞാനൊരു കുടുക്കിപ്പെട്ടു പോയില്ലേ, ഇനി നീ പറയുന്നത് കേൾക്കാതെ എനിക്ക് നിവൃത്തിയില്ല. ആ ഓർമ്മ നിന്റെ മനസ്സിരുന്ന നിനക്ക് കൊള്ളാം. അവളുടെ പക്ഷം പിടിച്ച് നീ എന്നെ ചൊറിയാൻ വന്ന ചന്ദ്രി, നീയുണ്ടല്ലോ എന്റെ തനി കൊണം കാണും. ഞാനൊന്നിനുമില്ല. എനിക്കൊരപേക്ഷയുള്ളൂ, അവളെ നീ അയാൾക്ക് പിടിച്ചു കൊടുക്കരുത്. അതിന്റെ പാപം നീ എത്ര ജന്മം ജനിച്ചാലും തീരില്ല. എന്തു പാപം? എടി, നീ എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോടി തണ്ടും തടിയുമുള്ള നിന്റെ കെട്ടിയും തടി വീണ് മരിച്ചത്? രാവിലെ ചോറുപൊതിയും കെട്ടി പറഞ്ഞു വിട്ടല്ലോടി നീ അയാളെ. നിന്റെ 2 കൊച്ചുങ്ങൾ എന്തു പിഴച്ചു? അവർക്ക് തന്തയില്ലാതായില്ലേ? അനുഭവം കൊണ്ടടി ഞാൻ ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതും. ജീവിതം പഠിച്ചവളാ കാർത്തിയായിനി. നിന്റെ പെമ്മക്കൾ വളർന്നു വരുമ്പം നീ എന്ത് ചെയ്യുമടി? പഠിപ്പിക്കുന്ന കാര്യം പോട്ടെ, കെട്ടിച്ചുവിടാൻ എന്തുണ്ടടി നിന്റെ കയ്യില്? എല്ലാത്തിനും പണം വേണം. അതിൽ കവിഞ്ഞ് ഈ ലോകത്തൊന്നുമില്ലടി. അർച്ചനെക്കുറിച്ച് നീ വേവലാതിപ്പെടണ്ട. അവളുടെ വിധി തിരുത്തി എഴുതേ അവളും അവളുടെ വീട്ടുകാരും ചേർന്ന. ഞാനൊരു നിമിത്തം മാത്രമേ ആയിട്ടുള്ളൂ. അവളെ ഓർത്ത് സങ്കടപ്പെടുന്നതിന് പകരം നീ നിന്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർക്ക. സുധിക്കെന്താ എന്റെ വീട്ടുകാരുടെ കാര്യത്തിൽ ഇത്രയും സിമ്പതി തോന്നാൻ? ആന്റി എന്നെ വിളിച്ചിട്ട് നിരഞ്ജനെ അങ്ങോട്ട് ചെല്ലാറില്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? ഞങ്ങൾ ഉടനെ വരാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. എന്തായാലും നാളെ ഈവനിങ് നമുക്ക് ഉയരത്ത് വരുന്ന പോണം. ഞാൻ അങ്ങോട്ട് വരില്ല സുധി. എന്തിനാ നിരഞ്ജന ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇത് വാശിയല്ല, എന്നെ വേണ്ടാന്ന് അവര് തന്നെ തീരുമാനിച്ചതല്ലേ. നിങ്ങൾ 2 കൂട്ടർക്ക് ഇടയിൽ പെടുന്നത് ഞാനാണെന്നുള്ളത് നിരഞ്ജനയ്ക്ക് ഓർമ്മ വേണം. സുധി അതൊരു തരത്തിലും ബാധിക്കില്ല. സുധിയോട് പരാതി പറയാനുള്ള യോഗ്യത പോലും അവർക്കില്ല. മകൾ എങ്ങനെ കേമത്തി എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് പോലും അവർക്കില്ലല്ലോ. അങ്ങോട്ട് വിളിക്കുന്ന എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. ആന്റിയുടെ വരവ് തടയണം. അതിൽ കവിഞ്ഞൊന്നും അച്ഛനില്ല. നമുക്കത് വിടാ സുധി. പിന്നെ അമ്മാളുവിനെ അവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുമെന്ന് ഫൈസി പറഞ്ഞു. അത് പറയാൻ ഫൈസി സ്നേഹ എൻ്റെ അടുത്തേക്ക് അയച്ചായിരുന്നു. മുമ്പ് CA ഹേമചന്ദ്രനെ കൊണ്ട് അച്ഛൻ അവളെ അവിടെ നിന്ന് പിടിച്ചോണ്ടുപോയ കാര്യമൊക്കെ സുധിക്ക് അറിയാലോ. അച്ഛൻ ചെയ്ത പോലൊന്നും ഫൈസി ചെയ്യില്ലെന്നാ എൻ്റെ വിശ്വാസം. അവളെ അവിടെ നിന്ന് മാറ്റാനുള്ള ധൈര്യമൊന്നും ഫൈസി കാണിക്കില്ല. ഇനി ഫൈസി അതിന് ശ്രമിച്ചാ 1 മണിക്കൂറിനുള്ളിൽ അമ്മാളുവിനെ എൻ്റെ മുന്നിൽ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കും. സ്നേഹ അത് ഞാൻ ഓർമ്മിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. സുധി അതോർത്തൊന്നും ടെൻഷൻ ആവണ്ട. ഫൈസയുടെ മുന്നിൽ നിസ്സഹായനായി നിന്നാ മാത്രം മതി.
അച്ഛൻ വന്നു. അമ്മയ്ക്ക് സംശയമൊന്നും തോന്നാത്ത നിലയ്ക്ക് സജി വന്ന കാര്യം എന്തായാലും അച്ഛനോട് പറയില്ല. അവ ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ, അല്ലാതെ ഒന്നിനുമല്ല. പക്ഷേ അവന്റെ പെരുമാറ്റം അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവന്റെ അമ്മയ്ക്ക് നിന്നെ കാണേണ്ട കാര്യമൊന്നുമില്ല. അവരറിഞ്ഞിട്ടുമല്ല അവൻ വന്നത്. നീ കരുതുന്നത് പോലല്ല. അവൻ മനസ്സിൽ എന്തോ കണ്ടിട്ടുണ്ട്. അവൻ എന്ത് കണ്ടാ നമുക്കെന്താ? നമുക്കൊരു കാര്യം ചെയ്താലോ? അവൻ എന്തായാലും വന്ന് ക്ഷണിച്ചതല്ലേ, അവന്റെ വീട് വരെ ഒന്ന് പോയാലോ? അയ്യോ, എനിക്ക് വയ്യ. നീ മാത്രം പോണ്ട, ഞാനും കൂടെ വരാം. നിന്നെ കാണണമെന്ന് പറഞ്ഞ എന്തിനാന്ന് അവന്റെ അമ്മയോട് ചോദിക്കാം. അവരോട് എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. മോനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇപ്പൊ അതൊന്നും വേണ്ട മോളെ. നീ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കെ. എന്റെ ജീവിതത്തിൽ എന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെയാ തോന്നുന്നത്. എന്റെ മരണം സജിയെ കൊണ്ട് തന്നെയാ. അച്ചുവച്ചിയോട് ഞാനും അച്ഛനും കൂടി ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയായിരിക്കും അത്. അമ്മ വിളിക്കുന്നു, വാ. ഈ പിള്ളേരെന്താ വരാത്ത? രേവതിയെ, ഡേ, എത്ര നേരം വിളിക്കണം? അച്ഛൻ ഓട്ടത്തിന് പോകുന്നില്ലേ? നാളെ വെളുപ്പിനെ പോണം. ഓട്ടം കോയമ്പത്തൂരിലേക്കാ. തിരിച്ചു വരാൻ ഒരാഴ്ച എടുക്കുമല്ലേ? അതൊന്നും പറയാൻ പറ്റത്തില്ല. ലോഡ് ഇറക്കാതെ വരാൻ പറ്റൂടി. നീ എന്താ ചോദിച്ചത്? അച്ചുവച്ചിയുടെ ഡേറ്റ് എടുത്തിട്ടുണ്ട്. ഫോണിൽ വിളിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അച്ചുവച്ചി ഉറപ്പായും വിളിച്ചേനെ. ആശുപത്രിയിലെത്തിയ എങ്ങനെയെങ്കിലും എന്നെ വിളിച്ചോളാന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞതാ. വീട്ടിലല്ലേ അച്ചുവച്ചിയെ തടവിൽ വെക്കാൻ കാർത്തികനിക്ക് പറ്റൂ. ഹോസ്പിറ്റലിൽ എത്തിച്ച അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കി തന്നെയാവും അച്ചുവച്ചി കാർത്തികനി പറയുന്നതനുസരിച്ച് നിൽക്കുന്നത്. കാർത്തിയാനിയിടയിൽ അവൾ ഉണ്ടെന്നുള്ളത് ഉറപ്പാണോ? അല്ലാതെ അവളെ എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിനെ SP-ക്ക് നേരിട്ട് കൊടുത്ത് പണം വാങ്ങാൻ അവൾ ശ്രമിക്കുന്നേ. ഒരിക്കൽ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാ അച്ചുവച്ചി നമ്മളെ വിളിച്ചത്. അഡ്മിറ്റ് ആയ നഴ്സിനോടോ ഡോക്ടറോടോ ചോദിച്ചാൽ ഫോൺ കിട്ടും. നമ്മളെയും വിളിക്കും, ഹിമ ഡോക്ടറെയും വിളിക്കും. അവൾ വിളിച്ച അപ്പത്തിന് നിങ്ങളെ അറിയിക്കണം. നമ്മളെല്ലാരും കൂടി ചെന്നാ കാർത്തിയാനി അപ്പത്തിന് സ്ഥലം വിടും. അതിനു വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നേ. ഒരാഴ്ച കൂടുതൽ അച്ഛൻ കോയമ്പത്തൂർ നിൽക്കരുത്. ചേച്ചി വിളിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ലോഡ് കോയമ്പത്തൂർ എത്തിയ വണ്ടി അശോകനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ട്രെയിൻ കയറാം. കാർത്തിയാനി ഇതിനകം എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ചിലപ്പോൾ അവൾ SP-യെ വിളിച്ചെന്നും വരാം. അതുപോലെയാ ചെവളരാഘവന്റെ കാര്യവും. രണ്ടുപേരെയും ഒരു ചരടുകെട്ടി അവളുടെ പോക്ക് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. ദേ, അർച്ചന വിളിച്ചാൽ ഒന്നും മറച്ചു വയ്ക്കരുത്. അന്ന് അർച്ചന കാർത്തിയാനിയുടെ വീട്ടിലുള്ള വിവരം നിങ്ങൾ എന്നെ മറച്ചു വെച്ചു. എന്നോടത് പറഞ്ഞെങ്കിൽ ഞാൻ അവളെ രക്ഷപ്പെടുത്തിയേനെ. SP-ക്കും ചെവളയ്ക്കും ഇനി ഞാൻ അവളെ കൊടുക്കില്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. അച്ഛനെ അത് മറച്ചു വെച്ചത് വലിയ മണ്ടത്തരമായിപ്പോയി. അന്ന് അച്ഛനോടത് പറഞ്ഞിരുന്നെങ്കിൽ അച്ചുവച്ചി SP കൊണ്ടുപോയത്. അച്ഛന് മനമാറ്റം വന്നിട്ടില്ലെന്നാണോ നീ പറയുന്നത്? ഞാനത് വിശ്വസിക്കില്ല. അച്ചുവച്ചിയോട് അച്ഛന് സഹതാപമൊന്നും തോന്നിയിട്ടില്ല. എങ്ങനെയെങ്കിലും അച്ചുവച്ചി എവിടെയുണ്ടെന്ന് അച്ഛൻ അറിയണം. അച്ചുവച്ചിയെ കണ്ടെത്തിയ അച്ഛൻ ആദ്യം ചെയ്യുന്ന എന്താണെന്നറിയോ? SP-യെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ അയാൾക്ക് കൊടുക്കും. അച്ചുവച്ചിയെ രക്ഷിക്കാൻ നമ്മൾ അച്ഛന്റെ സഹായം തേടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എങ്ങനെ അവളെ കാർത്തിയാനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തും? അച്ചുവച്ചി ഹിമ ഡോക്ടറെ വിളിക്കും. ഹിമ ഡോക്ടർ വന്ന് അച്ചുവച്ചിയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകും. അതിന് കാർത്തിയാനി അവളെ വിട്ടുകൊടുക്കുവോ? കാർത്തിയാനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ചുവച്ചിയുടെ ആരുമല്ല കാർത്തിയാനി. അവളുടെ അടവുകളൊന്നും ഹോസ്പിറ്റലിൽ നടക്കാനും പോകുന്നില്ല. അവളുടെ മുന്നിൽ കൂടെ തന്നെ അച്ചുവച്ചി കുഞ്ഞിനെയും കൊണ്ട് ഹിമ ഡോക്ടറുടെ കൂടെ പോവും. അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു. അതേ സംഭവിക്കും. എനിക്ക് എന്റെ അച്ചുവച്ചിയിൽ നല്ല വിശ്വാസമുണ്ട്. കാർത്തികേയനയുടെ കൂടെ ഇത്രയും കാലം അച്ചുവച്ചി നിന്നത് രക്ഷപ്പെടാവുന്ന വിശ്വാസം ഉള്ളോണ്ടാ. അച്ചുവച്ചി നമ്മളെ വിളിക്കുന്നെങ്കിൽ
അച്ഛനെ വിവരം അറിയിക്കണ്ടല്ലേ? വേണ്ട, അച്ഛൻ ആ സമയം മാറി നിൽക്കുന്നതാ നല്ലത്. ചായ. ഇന്ന് കോടതി പോന്നില്ലേ? രാവിലെ ഒരു സാമട്ട്. മാർച്ച് 26-ന് ഓഡിറ്റോറിയം ഒഴിവുണ്ടെന്ന് പ്രഭാകരൻ വിളിച്ചു പറഞ്ഞു. അന്ന് ഞായറാഴ്ച. അവരാ ദിവസം നോക്കുന്നേ. സ്കൂളിൽ കുട്ടികളുടെ പരീക്ഷ ടൈമാ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഏപ്രിൽ മാസത്തിൽ മതിയെന്ന്. ഞാനത് പ്രഭാകരനോട് സൂചിപ്പിച്ചതാ. ഓഡിറ്റോറിയം ഒഴിവില്ലെന്ന പ്രഭാകരൻ പറയുന്നേ. അതങ്ങ് നടക്കും. ശബരിയുടെ വിവാഹത്തേക്കാൾ വലുതായി നമുക്ക് വേറൊന്നുമില്ലല്ലോ. നിങ്ങൾ ചേർന്ന് തീയതി കുറിച്ചുവെന്ന് എനിക്കറിയാം. എന്നോടത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. സുധിയുടെ കാര്യമാണെങ്കിൽ 100 വട്ടം പെങ്ങളുടെ അനുവാദം വാങ്ങാൻ ഓടിയേനെ. അവൻ അങ്ങനെ ഒരു കുരുക്കി ചെന്ന് ചാടിയിട്ടല്ലേ. ഒന്നും അറിയാത്ത പോലെ നീ ഭാവിക്കരുത്. എന്തൊക്കെ വേണ്ടി വന്നു അതിൽ നിന്ന് അവനെ ഊരിയെടുക്കാൻ. എങ്ങനെ ഊരിയെടുത്തു നിങ്ങൾ ഈ പറയുന്നത്? സുധിയെ കൊണ്ട് നിരഞ്ജനെ കെട്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അതിൽ കൂടുതൽ എന്ത് വേണം? പുറമേ നിന്ന് നോക്കിയാ എല്ലാം ശാന്തമാണ്. പക്ഷേ നീ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കാണല്ലോ. നിനക്കിപ്പോഴും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്കത് പറഞ്ഞ രസിക്കില്ലെന്ന് എനിക്കും അറിയാം. എനിക്ക് വേറെന്തോ താല്പര്യമുണ്ടെന്ന് വരെ നിങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കും. രാജപ്പനെല്ലാം ഏറ്റു പറഞ്ഞതല്ലേ? നിങ്ങളൊരു വക്കീലല്ലേ? അയാൾ പറഞ്ഞത് മാത്രം വിശ്വസിച്ചു മടങ്ങി വരാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? വേറൊരു പെണ്ണിനെ കൊണ്ട് രാജപ്പൻ സുധിയുടെ ഫോണിൽ വിളിപ്പിച്ചതാണത്രേ. സുധിയാണ് എടുത്തതെങ്കിൽ അവനെന്താ മണ്ടനാണോ? ഞാനാണെന്ന് പറഞ്ഞു മറ്റൊരു പെണ്ണ് നിങ്ങളുടെ ഫോണിൽ വിളിച്ചാ നിങ്ങൾ അത് വിശ്വസിക്കോ? എനിക്കതിന്റെ മറുപടിതാ. നീ അത് വിട്. ഫോൺ എടുത്തത് ശബരിയല്ലേ? സ്കൂൾ കുട്ടിയെ പോലെ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളൊരു മണ്ടനല്ലാന്ന് എനിക്കറിയാം. വിളിച്ചത് അർച്ചനയല്ലാന്ന് എല്ലാവരും വിശ്വസിക്കണം. അതാണ് നിങ്ങളുടെ മനസ്സിൽ. വിശ്വേട്ടനും ജയന്തിയും വിശ്വസിക്കും, ശബരിയും വിശ്വസിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല.